ഞാൻ അല്ല, എനിക്ക് സംഭവം ഭയങ്കര മറ്റേ കുലുങ്ങി വയ്യ. ഈ പടങ്ങളൊക്കെ ആൾക്കാർ പ്രതീക്ഷിച്ച് വരുള്ളൂ. ഇവർ ഈ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയേണ്ട ഒരാവശ്യമില്ല. അല്ലെങ്കിൽ സാധാരണ LJPയുടെ പടം കാണാനേ വരുള്ളൂ. ഇല്ല ബ്രോ, ഞാൻ ഒന്നും പറയില്ല. ഒരു കൺഫ്യൂഷനും ഇല്ല, എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. സാധാരണ ഒരു പ്രേക്ഷകൻ കാണുന്ന പോലെയൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ വേറെ ഒന്നുമില്ല, പടം അത്ര പോരാ എങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. ഇനി അടുത്ത് വരുന്നത് മാന്ത്രികങ്ങളാണ്. അത് അടുത്ത 2 യുവശക്തി മാന്ത്രികങ്ങളാണ് അടുത്ത് വരുന്നത്. രണ്ടുപേരും അതിന് ഫൈറ്റ് അടുത്തെന്താണെന്ന് കാണാൻ സാധിക്കും. ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല. മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെ കാണണം പടം. മോഹൻലാൽ വിഷ്വൽ ട്രീറ്റ് ഒരു രക്ഷയില്ല. ഫ്രെയിം എല്ലാ കാര്യങ്ങളും LJP ലാഗില്ല, ഫുൾ എൻഗേജിങ്. കുഴപ്പമില്ല. വിചാരിച്ച പോലെ ഒരു മാസ് മസാല പടമല്ല. എനിക്ക് പിടിച്ചില്ല. പോരാ സിനിമ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല. കൊള്ളാടാ, കുഴപ്പമില്ല. തിയേറ്ററിൽ കുഴപ്പമില്ല. കുലുക്കാൻ കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല. അടിപൊളിയോളാം. കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര എത്തിയില്ല. കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇത്തിരിയൊക്കെ ഒരുപാടൊന്നും പറയാനില്ല, എന്നാലും നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. കുഴപ്പമില്ല. പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ അറിയില്ല. ഇല്ല 2 ഉണ്ട്. പക്ഷെ എന്തായാലും വെയിറ്റിംഗ് അല്ല, അല്ല ഡബിൾ റോളാണ്. സോറി, സ്പോയിലറാണ്. ഒന്നുമില്ല, കുഴപ്പമില്ല. ഇല്ലില്ല, കുലുങ്ങില്ല. നല്ല എക്സിക്യൂഷനാണ്. വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മലയാള സിനിമ കണ്ടിട്ടില്ലാത്തൊരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ അല്ല, ഇതിനു മുമ്പ് പുറവണായിരുന്നല്ല, അതുകൊണ്ട് നല്ല എക്സിക്യൂഷൻ. ഇല്ല, ലാഗായിട്ടൊന്നുമില്ല. നല്ല ക്ലാസ് സിനിമയായിരുന്നു. ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിരുന്നു. ഇനിയിപ്പോ 2 വെയിറ്റിംഗ് ആണോ? അതെ. എങ്ങനെയുണ്ട് വാലിബൻ? പടം നല്ല പടമാണ്. ടിപ്പിക്കൽ ലിജോ ജോസ് എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ലിജോ ജോസിൻ്റെ ടച്ച് കാണാനുണ്ട് പടത്തിനകത്ത്. അതുപോലെ തന്നെ ഒരു ഫോക്ക് ഇമോഷണൽ ഡ്രാമയാണ് പടം. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രെയിംസാണ്. ഹൈപ്പ് എന്നുള്ള രീതിയിൽ മാസ് എന്ന് പറയാനില്ല, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഫ്രെയിംസൊക്കെ ലിജോയുടെ ഫ്രെയിംസ് പിന്നെ അടിപൊളി ഫ്രെയിംസ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രെയിംസ് ആണുള്ളത്. ഒരു ഇമോഷണൽ ഫോക്ക് ഡ്രാമയാണ് പടം. ലാലേട്ടനും ലൈക്ക് നേരിൽ നമ്മൾ കണ്ടതാണ്. എനിക്ക് പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ലാലേട്ടൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പഴയ ആ ഒരു ഇതല്ല, മാറി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. തിരിച്ച് ആ പഴയ ഇതിലേക്ക് ഫോമിലേക്ക് ക്വാളിറ്റി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസിന് മറ്റേ കൂക്കി വിളിക്കാനുള്ളതോ ആൾക്കാർക്ക് കണ്ട് മറ്റേ പറഞ്ഞുകൊണ്ടാക്കാനുള്ളതല്ല, കണ്ട് വിഷ്വൽ ട്രീറ്റ് ആയിട്ട് പടം ചെയ്തിട്ടുണ്ട്. ഫാൻസിന് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവുമല്ലോ. ഫാൻസ് ഫസ്റ്റ് ഡേ പോയി കാണുമ്പോൾ അവർ ലാലേട്ടൻ എന്നുള്ള ഇതിലാണ് പോകുന്നത്. ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടാണ് റിയൽ ഫാക്ട് ഇതാണ്. നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പടം കാണാം. പക്ഷെ ഭയങ്കര കൂക്കി വിളിക്കാനുള്ള സാധനമൊന്നുമില്ല. അതെനിക്കറിയില്ല, ഞാനത് കേട്ടില്ല. ശരി ബ്രോ, താങ്ക് യു. ചേട്ടാ, ആറാറും ബാഹുബലിക്കും തുല്യം മലയാളത്തിൽ നിന്ന് ഏത് സിനിമ ഉണ്ടെന്ന് വെച്ചാൽ അത് ബലൈക്കോട്ടെ വലുപ്പനായിരിക്കും. രാജമൗലിക്ക് പകരം വയ്ക്കുക മലയാളത്തിൽ നിന്ന് ആരുണ്ടെന്ന് വെച്ചാൽ അത് LJP ആയിരിക്കും. അത്ര ഗംഭീര മേക്കിംഗ് ആണ്. സൂപ്പർ പടം. ഫാൻസിന് പറ്റിയ മെറ്റീരിയൽ അല്ല, ഫാൻസിന് വേണ്ടി സംതൃപ്തി എടുത്താലുള്ളൊരു മെറ്റീരിയലേ അല്ല. ഇതൊരു ക്ലാസ് പടമാണ്. അത്രേ ഉള്ളൂ. അടിപൊളി പടം. ആഘോഷമായിട്ട് കാണാൻ പറ്റിയതല്ല, നമുക്ക് അല്ലാതെ ക്ലാസ് ആയിട്ട് കണ്ട ഒരു LJP മൂവി എന്ന രീതിയിൽ കാണാം. ഓക്കെ.
ഒരു കംപ്ലീറ്റ് LJP മൂവിയാണ്. LJP ലാലേട്ടനെ അത്രയും ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് അതുപോലെയാണ്. വാലിബൻ ഒരു വെറൈറ്റി പടമാണ്. ആ ഒരു രീതിയിൽ കാണുക. മലയാളത്തിൽ ഇതുവരെ വരാത്തൊരു ജോണർ പടമാണ്. ഇതുവരെ വരാത്ത ജോണറാണെന്ന് ചോദിച്ചാൽ, പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് ഡൗട്ടാണ്. അല്ല, കണക്റ്റ് ആവാനായിട്ട് കുറച്ച് പാടാണ്. അല്ലല്ല, ഇത് ബുദ്ധിജീവിയല്ല, ഇതൊരു ബാലരമ കാണുന്ന രീതിയിൽ കാണാം. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലല്ല, ഇത് പ്രത്യേകതരം ഒരു ബാലരമയാണ്. അതിൽ തന്നെ കുറച്ച് നീട്ടലും വരച്ചിലും അതൊക്കെ കഥയ്ക്ക് ഇതിൽ സ്ക്രിപ്റ്റില്ല, അതാണ് വിഷയം. മേക്കിംഗ് കൊള്ളാം. മ്യൂസിക്കാണ് ഇതിലെ മെയിൻ പ്ലസ് പോയിന്റ്. അല്ലാണ്ട് ഞാൻ കണ്ടിട്ട് വേറെ പ്ലസ് പോയിന്റ് തോന്നുന്നില്ല. ഫൈറ്റൊക്കെ ഓക്കേഷാണ്, അത്ര പോരാ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല, ഒത്തിരി ആൾക്കാരുണ്ട്. ക്യാരക്ടേഴ്സിനൊന്നും ഡെപ്ത് ഒന്നുമില്ല. ഈവൻ മോഹൻലാൽ അഭിനയിച്ച ക്യാരക്ടറിന് പോലും ഡെപ്ത് ഒന്നുമില്ല. ഇങ്ങനെ കഥ കാണിച്ച് അങ്ങ് പോവാ. അല്ല, കണക്റ്റ് ആവാൻ കഥ ഉണ്ടെങ്കിലല്ലേ കണക്റ്റ് ആവൂ. അയ്യോ, സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് വേണം. അതെ, താങ്ക് യു.